ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷു ആശംസകൾ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്വീറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് റെഡിയാക്കുന്നത്, അവൽ പായസം. ഈ അവൽ പായസം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കോക്കനട്ട് മിൽക്കും കൂടാതെ മിൽക്കും ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കടായി വെച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് 1 കപ്പ് അവലാണ് വേണ്ടത്. അതും അതിലോട്ട് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. 1-2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ ഏത് ടൈപ്പിലുള്ള അവലും എടുക്കാവുന്നതാണ്. ഇത് ചെറിയൊരു ചുമന്ന കളർ അവലായിരുന്നു, തിന്നായിട്ടുള്ളത്. ഇപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറിയ ഇങ്ങനെ കിലുകില സൗണ്ട് കേൾക്കുന്നത് വരെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് ശർക്കരയാണ് എടുത്തത്. ഇവിടെ ചേർത്തിരിക്കുന്ന ശർക്കരയിൽ നമ്മൾ വെള്ളമൊഴിച്ച് അരിച്ചാലും കല്ല് പൊടിയോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് ചേർത്തത്. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അവലും ശർക്കരയും നെയ്യും മാത്രം ഇങ്ങനെ നിന്ന് വേകുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ അടപ്പായസം എല്ലാം ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല മെൽറ്റായി വന്നു. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, നെയ്യുടെയും ശർക്കരയുടെയും ഒക്കെ. ഇനി നമുക്ക് ഇതാണ് അതിൻ്റെ പരുവം. ആദ്യം 2-ാം പാൽ ചേർക്കണം. നമ്മളിതിലേക്ക് 2 കപ്പ് തിരുമിയ തേങ്ങയാണ് എടുത്തത്. 2-ാം പാൽ റെഡിയാക്കാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അതുപോലെ തന്നെ 1-ാം പാൽ എടുക്കാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്തത്. അതെന്നിട്ട് കൈ കൊണ്ട് നല്ല പിഴിഞ്ഞാണ് എടുത്തത്. നമ്മൾ ഈ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുകി വരുന്നിടം വരെ ഇതിങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി ചേർക്കണം. ഈ സമയം ചവ്വരി, ഇത് 1/4 കപ്പ് ചവ്വരി എടുത്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണ്. അതും അതിലോട്ട് ചേർക്കാം. അല്ലാതെ നമ്മൾ നേരിട്ട് ഇതിൽ ചവ്വരി ചേർത്ത് കഴിഞ്ഞാൽ അത് വേകാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ച് അതിലോട്ട് ചേർത്തത്. ചവ്വരിയൊക്കെ ചേർക്കുമ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത് നല്ല കുറച്ച് തിക്കാവുകയും ചെയ്യും ചവ്വരിയൊക്കെ ചേർക്കുന്നത് കൊണ്ട്. ഇപ്പോൾ അത് നല്ല തിക്കായിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഈ സമയം വയ്ക്കേണ്ടത്. ഇനി നമുക്ക് അതിലോട്ട് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. അതും ഒന്ന് ഇങ്ങനെ കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കണം. നമ്മൾ അവലൊക്കെ നനയ്ക്കുമ്പോൾ എപ്പോഴും തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ ചേർക്കുമ്പോൾ അവലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിതിൽ കൂടുതൽ കോക്കനട്ട് മിൽക്ക് ചേർത്തത്. ഇപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഷുഗർ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണാണ് ഷുഗർ ചേർത്തത്. എന്നിട്ട് 1 പിഞ്ച് സോൾട്ടും. ഷുഗർ ചേർക്കുമ്പോൾ അത് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. നമുക്ക് ഇനി അതിലോട്ട് 1/2 കപ്പ് ചൂടാക്കിയ പാലും ചേർക്കാം. പാലൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പാൽ ചേർക്കുന്നത്. എന്നിട്ട് ഫ്ലേവറിനായി 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കാർഡമവും ഇടാം. അപ്പോൾ അതിന് നല്ല കാർഡമത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. ഇപ്പോൾ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കാഷ്നട്ട്, കിസ്മിസ്, കുറച്ച് കട്ട് ചെയ്ത കോക്കനട്ട് ഇതെല്ലാം നെയ്യിൽ വറുത്ത് ചേർക്കണം. ഇനി അത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ചിട്ട് അത് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. നെയ്യ് ചേർത്ത് അതും ചൂടായി വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത തേങ്ങയും അതൊന്ന് നല്ല ഫ്രൈ ആക്കിയതിന് ശേഷം അതിലോട്ട് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർക്കണം. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ചൊരു ഷെയ്ഡ് പോലെ ആയിപ്പോയി ഈ ഭാഗം. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ വീതം കാഷ്നട്ടും കിസ്മിസും അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ അത് നല്ല ഫ്രൈ ആക്കി എടുത്തു. ഇനി നമുക്ക് പായസത്തിലോട്ട് അത് ഒഴിക്കാം. ഈ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്നുകൂടെ അത് തിക്കാവുന്നതാണ്.
അത് കൂടുതൽ തിക്കാവുന്നുവെങ്കിൽ അല്പം പാലൊക്കെ ചൂടാക്കി അതിലോട്ട് ഒഴിച്ച് നമുക്ക് മിക്സാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. നമ്മൾ ഈ പായസത്തിൽ 1 കപ്പ് ശർക്കരയായിരുന്നു ചേർത്തത്. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് മധുരമുണ്ട്. കൂടുതലും ആയിട്ടില്ല, കുറഞ്ഞു പോയിട്ടുമില്ല മധുരം. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ നോക്കണേ. വിഷുവിന് എല്ലാവരും ഈ പായസം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ റെസിപ്പി കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതിനു മുന്നേ കുറേ വെറൈറ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.